ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം എന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സെൻസർ ബോർഡിനോട് ഹൈക്കോടതി. സെൻസർ ബോർഡ് പറയുന്ന കാരണം പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതായി തോന്നുന്നില്ല എന്നാണ് കോടതിയുടെ പരാമർശം. പേര് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കലാകാരന് ഉണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇതൊക്കെ പരാമർശങ്ങൾ എന്നുള്ള തരത്തിലല്ലേ ഇപ്പോൾ കോടതിയുടെ അന്തിമ വിധി ഉണ്ടാകും? വിഷ്ണു, ഈ വിഷയത്തിൽ ഹൈക്കോടതി സെൻസർ ബോർഡിനെതിരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണ്. ഇന്ന് ഹർജി പരിഗണിച്ചപ്പോഴും ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷ വിമർശനം സെൻസർ ബോർഡിനെതിരെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം? ഇന്ത്യയിലെ ഭൂരിഭാഗം പേരുകളും ഏതെങ്കിലും ഒരു ദൈവത്തിനോട് കണക്റ്റഡ് ആയിട്ടുള്ള പേരുകളായിരിക്കും. അത് എങ്ങനെയാണ് മതപരമായും വർഗപരമായും ഒക്കെ വേർതിരിവുണ്ടാക്കുന്നതെന്ന് ചോദ്യം സെൻസർ ബോർഡിനോട് അദ്ദേഹം ചോദിച്ചു. ഒപ്പം ഒരു സിനിമയ്ക്ക് ഒരു കഥാപാത്രത്തിന്റെ പേരിടാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ അവകാശമുള്ളത് കലാകാരനാണ്. സെൻസർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സംവിധായകന് നിർദ്ദേശങ്ങൾ നൽകാനാണ് മാത്രം അനുമതിയുള്ളത്. അല്ലാതെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനുള്ള അനുമതി സെൻസർ ബോർഡിനില്ല എന്ന് നഗരേഷ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ സെൻസർ ബോർഡ് പറഞ്ഞൊരു കാരണം ഈ മതപരമായ പ്രശ്നങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ഈ ഹർജി പരിഗണിക്കുമ്പോൾ സെൻസർ ബോർഡ് ഇപ്പോൾ പറഞ്ഞ കാരണങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കോടതിയെ ബോധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹർജി ഇങ്ങനെ അന്തിമമായി നീട്ടിക്കൊണ്ടുപോകുന്നതിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് സിനിമ 27-ാം തീയതി റിലീസിന് തീരുമാനിച്ച് ഇപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിർമ്മാതാക്കൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്ന് കോടതി നിലപാടെടുത്തത്. ഒപ്പം സിനിമ കാണാൻ നിർമ്മാതാക്കൾ കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും നിലവിൽ അതിൻ്റെ സാഹചര്യമില്ല. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതിരൂക്ഷ വിമർശനം ഈ സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇനി വിധി വരുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഈ പരാമർശങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സെൻസർ ബോർഡിന്റെ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നുണ്ട്. കോടതിയിൽ പ്രതീക്ഷ എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ നടത്തിയിരിക്കുന്ന പ്രതികരണം.